റിക്രൂട്ട്മെന്റുകൾ നമ്മൾ വെടി അടിസ്ഥാനത്തിൽ മാത്രമാണ് കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ എടുത്തോണ്ടിരുന്നത്. പക്ഷേ എന്നും അത് തന്നെ എടുത്തോണ്ടിരുന്ന ശരിയാവത്തില്ലല്ലോ. അപ്പോൾ നമ്മള് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു വെടിയനെ തന്നെ വീണ്ടും ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ്. സോ വി ആർ വെൽക്കമിങ് ബാക്ക് സ്റ്റീവ് അസ്രയേൽ ടു TVA as TVA Steve. വെൽക്കം ടു TVA Steve. ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് അതെ, അത് ദൈവമേ ഒന്ന് സഹായിക്കണേ, അറിയാതെ ഒരു കൈവത്തം പറ്റിയാണ്. ഓട്ടക്ലിക്കാതെ ദൈവമേ. എനിക്കറിയാം. എടാ ഒന്ന് മുക്കാൻ പറയടാ. കാല് കുത്തിയത് ഊമ്പി അവന്റെ സൗണ്ട് മാറിയൊക്കെയാണ് ഗൈസ്. സ്റ്റീവേ മോനെ വെൽക്കം ബാക്ക് ടു TVA. താങ്ക് യു. നിന്നെ പിന്നെ കൂടുതൽ ഒന്നും രക്തമുള്ള കണ്ടു. അത് ഇവൻ നിന്നെ അടിച്ചതാണോ എനിക്കിട്ടാ കൊണ്ടത്? അത് നീ കുനിഞ്ഞ് നീ വണ്ടി ഇറങ്ങാത്ത തല താഴ്ത്തിയല്ലേ ഇറങ്ങിയത്. ഇത് നമ്മുടെ കൂട്ടത്തിൽ പുതിയതായിട്ട് വന്ന ഒരാളാണ് അപ്പാപ്പൻ. നിനക്കേശവിടെ കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട്, കൊറേ നമുക്ക് പ്രദേശത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈഗോ ഒന്നും കാണിക്കില്ല പഴയ നമുക്ക്. എല്ലാവരുടെ ഒന്ന് പോയി പരിചയപ്പെടണം കേട്ടാ. എന്തോ ഈഗോ പരിചയമുണ്ട്. ഇങ്ങനെയാണ് കുത്തിരിമുണ്ടാക്കുന്നത് ഉള്ള കാര്യം പറയാലോ. ചന്ദ്രനാണ് പ്രശ്നം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല അണ്ണ. ഞാൻ എന്തായാലും ഇനി ഇവിടെ കൂടെ കാണും. പിന്നെ കുറച്ച് കുട്ടി കൊമ്പനാണ് ഉണ്ടല്ലോ, കളക്കാനുണ്ട് കുറച്ചുകൂടെ. വന്നപ്പോഴേ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ? മാറ്റാണ് ഞാൻ വന്നേക്കുന്നത്. കുട്ടി കൊമ്പന്മാരുണ്ട് ഇവിടെ. പ്രശ്നത്തോടെ പ്രശ്നമാ. ഇവന് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. പ്രശ്നമില്ല അണ്ണ, ശാന്തി സമാധാനം. എടാ നിനക്ക് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. നിന്റെ സൗണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. നിനക്ക് നിന്റെ മൈക്ക് ഇത് മാറി കിടക്കും കേട്ടാ. അവനത് ഫിക്സ് ചെയ്യാൻ ചെവിയിൽ വെക്കുന്ന സാധനം ചെറുതായിട്ടൊന്ന് അടിച്ചു പോയി, അത് ശരിയാക്കുന്നുണ്ട്. മൊബൈൽ ഡേറ്റയാണ്. ഓ അതിന്റെ മൊബൈൽ ഡേറ്റയുടെ വൈഫൈ ഒന്നേ ഉള്ളൂ. ഓക്കെ സെറ്റ്. അപ്പൊ നീ കേറിക്കോ. ചന്ദ്രന്റെ ബാറ്റ് അങ്ങ് വാദിക്കുന്നത് നല്ല അല്ലെ? ഹെൽമെറ്റ് ഇട്ടോ? ഒരു വ്യത്യാസമില്ല. വാസുമന്റെ ഫേവറേറ്റ് പ്ലെയർ തിരിച്ചു വന്നതിൽ വാസുമൻ എന്താണ് വാസുമന്റെ പറയാനുള്ളത്? നീ കൂടുതൽ എന്ത് പറയാനാ പാപ്പ? ഞാൻ എപ്പോഴും പറയാം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണ്. ലൈക്ക് അടിച്ചിരുന്നപ്പോ എന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു നിർത്ത്. എന്താ ഒന്നാമത്തെ പ്ലേയേഴ്സ് ഞാനെന്നല്ലേ ഒരു ഊമ്പിച്ചരം പറയല്ലേ അണ്ണാ? മൊത്തം നോക്കിട്ട് അന്ന് അങ്ങനെ അടിച്ചിരുന്നപ്പോ എന്താ പറഞ്ഞത്? എന്റെ ഏറ്റവും ടിവിയിലെ ഫേവറേറ്റ് പ്ലെയർ ചന്ദ്രൻ എന്നാണ് പറഞ്ഞത്. ഒരുമാതിരി മാറ്റി പറയല്ലേ ഇനി അത്? എനിക്ക് ഈഗോ അടിക്കും. എനിക്ക് അതിൽ ഈഗോ ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കേൾക്കാനും വയ്യായിരിക്കും എപ്പോഴും ഇതിങ്ങനെ. തുറന്നോ ഇപ്പൊ ഇമോഷണലാണ്. ഞാനത് ഇടാൻ പോയതാ. വാർച്ചായിട്ട് ഇടാൻ പോയതാ. ഓ വെൽക്കം ബാക്ക് ടു TVA Steve. കള്ളൻ ആർപി നിർത്തി പോലും ഇത് നിർത്തി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യൂലേ. ഇനി ഒരു കാര്യോടെ ഞാൻ പറയാം. ഞാൻ സത്യം പറഞ്ഞ അവൻ എല്ലാം നിർത്തി ഒരു ഗ്യാപ്പിലേക്ക് ഇരിക്കുമായിരുന്നു. അപ്പൊ വേറെ ഞാൻ പറയല്ലോ, ഓൾറെഡി അവൻ ഡയോസിലായിരുന്നു കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇനി അത് അങ്ങനെ ഒരു അടിയും വഴക്കൊന്നും വേണ്ട. അവിടെ അടിയും വഴക്കം ഉണ്ടാക്കിയിട്ടോ ഒന്നും അല്ല അവനോട് വന്നേ. അവൻ ഓൾറെഡി RPന്ന് ഗ്യാപ്പ് എടുത്ത് കുറച്ച് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയണത് പോലെ ഇന്നലെ ഞാൻ അവനെ പറ്റി മെൻഷൻ ചെയ്തപ്പോൾ അവന് കളിക്കണമെന്നൊരാഗ്രഹം വന്ന്
ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല സത്യം പറഞ്ഞ. ഞാൻ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് തിരിച്ച് അവൻ കളിച്ച് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എനിക്കത് കൺസിഡർ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലാതെ ഡയോസ് ആയിട്ട് അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടല്ല അവൻ ഇവിടെ വന്നത്. അത് റിബലും ഇന്ന് ഓൾറെഡി അവരുടെ ഇതിനകത്ത് പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. സോ വാർച്ചാറ്റ് കത്തിയെന്ന്. സ്റ്റീവ് ഈ സിറ്റിയിൽ കളിക്കുന്ന അവൻ എല്ലാവരുടെ കോണയൊക്കെ ഉണ്ടെങ്കിലും സിറ്റിയിൽ കളിക്കുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ പ്ലേയേഴ്സിനും സ്റ്റീവിനോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് അവൻ്റെ വായ്ത്താളതോ അവൻ്റെ തെറുവിളി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കൊണ്ടല്ല, അവൻ്റെ ഇൻ ഗെയിമിലെ സ്കിൽസിനോട് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് കുറേ പേർക്ക്. അതിവിടെ സിറ്റിയിൽ കഴിഞ്ഞത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ഗ്യാങ്ങാണെന്ന് നോക്കിയാൽ മതി, അവനോട് ആ ഒരു റെസ്പെക്ട് കുറേ പേർക്കുണ്ട്, ആ സ്കില്ലിനോടുള്ള റെസ്പെക്ട് കുറേ പേർക്കുണ്ട്. അതുകൊണ്ടാണ് നോക്ക് ഒത്തിരി പേരിടുന്നു, നോക്ക് എന്തോരം പേരാ വാർച്ചാറ്റിൽ ഇടുന്നു. എനിവേ അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഡെസ്ട്രോ ആണ്, സ്റ്റീവ് ആണ്. റെപ്രസെന്റിങ്. ഇനി അടിച്ചങ്ങനെ കൊന്ന സാമാനം വെട്ടി ഞാൻ കടലറിയവേ. അപ്പൊ പിള്ളേരെല്ലാം ഞാൻ കൊണ്ടു തന്നിട്ടുണ്ട്. ഇനി വാറൊക്കെ അടുപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ചന്ദ്രന്റെ. ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ ഒരെണ്ണം ഉണ്ട്. പിന്നെ ആ സ്ലോട്ടാണ് എനിക്ക് എന്നേക്കുക. എനിക്ക് ഒരാളെ നോക്കി സിറ്റിയും തെരഞ്ഞെടുത്ത് ഇതാക്കാൻ വേണ്ടിട്ട് അല്ലേ അണ്ണാ? അതെ, അത് ഞാൻ ചന്ദ്രന് വിട്ടു തരുവാണ്. അത് സീരിയസ് ആയിട്ട് ഞാൻ പറയണേ, അത് ചന്ദ്രന് വിട്ടു തരുവാണ്. ഇനി ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ ചന്ദ്രന് ഒരാളെ കണ്ടുപിടിച്ച് റിക്രൂട്ട് ചെയ്യാം. പൈസ കുവിഞ്ഞു കൂടും. കൈക്കൂലി മേടിച്ചു കൊണ്ടുവരുന്ന പറ്റത്തില്ലേ? ഇല്ല കൈക്കൂലി മേടിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, ഒരാളെ നിനക്ക് കൊണ്ടുവരാം. പിന്നെ സൂര്യബോസിനും പറ്റില്ല. എന്റെ മകൻ എനിക്ക് എന്റെ ലൈനിൽ ഒരാളെങ്ങനെ നിർത്തിയിരിക്കണോ. നിന്റെ മോനെ ഞാൻ അത് റിക്രൂട്ട് ചെയ്താ അടുത്ത ദിവസം നീ എന്നെ കൊന്നുകളയും. പിന്നെ നീ ലീഡർ, അവൻ കോ ലീഡർ. നീ ആ ലെഗസി അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് ഞാൻ ഒരിക്കലും സംഭവിക്കില്ല, അത് ഞാൻ സംഭവിക്കില്ല. അതെന്തായാലും ഇല്ല. ചന്ദ്രനോട് ഒരു ടാസ്ക് കൊടുക്കുക. അതായത് ഈ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു സിറ്റിസണ് അത് ചന്ദ്രന്റെ ഡിസർവിംഗ് എന്ന് തോന്നുന്ന ഒരു സിറ്റിസനെ തന്നെ കേട്ടുന്നില്ല. എന്താണ് തീരുമാനമാക്കണം നമുക്ക്? കേട്ടില്ല പാപ്പാ. അതായത് ഈ സിറ്റിയിലുള്ള ഒരു സിറ്റിസൺ അത് ചന്ദ്രന് ഡിസർവിംഗ് ആണ് എന്ന് തോന്നുന്നത്, ടിവിയെ അവൻ കേറാൻ ഡിസർവിംഗ് ആണ് എന്ന് തോന്നുന്ന ഒരു സിറ്റിസനെ കണ്ടുപിടിക്കുന്ന ടാസ്ക്. അപ്പാപ്പ ഞാനൊരു കാര്യം പറയട്ടെ, വെടിവെക്ക ഇതിനപ്പുറത്ത് ഈ സിറ്റിയിൽ ഇനി ആൾക്കാരില്ല പാപ്പ. ഇനി ആരും കൊണ്ടുവരില്ല. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഇനി ആരും കൊണ്ടുവരില്ല. അതുകൊണ്ട് ഇനിയുള്ള സ്ലോട്ടിൽ ചന്ദ്രന് ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ഡിസേർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള എനിക്ക് ഞാനൊരു കാര്യം പറയാം. എനിക്ക് കുറച്ചധികം സമയം വേണം. നമ്മള് പുറത്തുനിന്ന് ആളെ ഇതാക്കി എടുക്കുന്ന കണക്കല്ല, അകത്തുനിന്ന് കണ്ടുപിടി. ഇപ്പൊ എൻഗേജ് വേറെ കൊണ്ട് പറയണല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, മാമൻ തിരിച്ചു കയറാന്ന് പറഞ്ഞാൽ അതിന് ശേഷം അവനെ കണ്ടിട്ടില്ലല്ലേ? പിന്നെ മാമ 5 ദിവസത്തിലിരിക്കണം. 5 ദിവസത്തിൽ ഇല്ല അണ്ണാ, ഞാൻ കാര്യം പറയട്ടാ, അവൻ കേറാറില്ല ശരിക്കും. അവൻ എനിക്ക് അറിയത്തില്ല വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതിന്റെ. അവന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നടാ, അത് പറഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ ഓക്കെ ആയി വരുന്നേ ഉള്ളൂന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ പറയാം. കറന്റ് ഇപ്പൊ നമ്മുടെ അകത്ത് ഇനാക്റ്റീവ് മൈൽസ്, സക്കീർ, മെന്നി, സ്ലോട്ടർ ഉള്ളവരാണ് പറയണേ. മെന്നി, പിന്നെ വേറെ മാമൻ. അല്ല മാമൻ സ്ലോട്ടിലില്ല. മാമനില്ല. നീഗൻ വീണ്ടും ഇനാക്റ്റീവ് ആണ് ചന്ദ്ര. ഇല്ല അത് അണ്ണൻ ഡിസിഷൻ എടുക്കാത്, കാരണം എനിക്ക് അറിയത്തില്ല അവന്റെ കാര്യം എങ്ങനെ. മറ്റേ ചെണ്ടമേളൊക്കെ ആയിട്ട് അവരെ പൂവിട്ട് കൊണ്ടുവരും തൊഴി. അപ്പൊ എനിക്കൊന്നും പറയാനും പറ്റത്തില്ല, മനസ്സിലായ? ഇല്ലില്ല, ഞാൻ ഇപ്പൊ പറയണ വെച്ചാൽ ഇപ്പൊ മൈൽസിന് പകരം മൈൽസ് ആക്റ്റീവ് ആകുന്ന വരെ ഡെസ്ട്രോയെ എന്തായാലും ലൈനപ്പിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള ഒരാളെ ചോദിച്ചിട്ട് ഏതാണ്. പിന്നെ കെവിനും ഇനാക്റ്റീവ് ആണ്. കെവിന് പിന്നെ സർജറിയാണ്. കെവിന് ഒരു സർജറി ഉണ്ട്. കെവിന്റെ സർജറി കഴിഞ്ഞ അവൻ എന്തായാലും എനിക്ക് തോന്നുന്നു സർജറി കഴിഞ്ഞാൽ അവന് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം സർജറി കഴിഞ്ഞാൽ അവൻ കുറച്ചാള് ഇല്ല, സർജറി കഴിഞ്ഞാൽ ഇരുന്ന് കളിക്കാൻ പറ്റില്ല. ശരിയാണ്. അപ്പൊ സർജറി കഴപ്പങ്ങ് തീർന്നു. എന്താവശ്യം ഉണ്ടായിരുന്നു? അപ്പൊ നമ്മള് കാര്യമായിട്ട് ഇത് പറയല്ലായിരുന്നു. ഹലോ ബ്രോ, വണ്ടി ഒന്ന് ഇടിച്ച ഒരാൾ മരിച്ചായിരുന്നു നമ്മുടെ കൂട്ടത്തില്.
ഒന്നും കാണുന്നില്ല ബ്രോ. ആ കുഴപ്പമില്ല എടുത്തു വണ്ടി എടുത്തു വണ്ടി എടുത്തു ഇവിടെ മുന്നിൽ ഞാൻ ആരില്ല എടുത്തു ധൈര്യമായിട്ട് വെക്കും. പാവം ഏതോ ലോസ്പെക്കിലുണ്ട് കഴിഞ്ഞായിരുന്നോടാ ഇതാരാ? ആണല്ലേ കുഴപ്പമില്ല സാറേ ഈ സാർ കുറെ പ്രാവശ്യം ഇപ്പൊ ചാവുന്നു. ഈ സാർ കുറെ പ്രാവശ്യം ചത്തില്ല, ഒരു ടേത്തുള്ളു. ഇവൻ ഇത് തന്നെ പണി. ഹലോ സാറേ, ആ സാറേ ശബരിമലയ്ക്ക് പോകാൻ ദക്ഷിണല്ലോ? എന്താടാ ശബരിമലയ്ക്ക് പോകാൻ ദശ. ആര് ഞാനോ ബോബോയെയോ? ടി വിയിൽ ഒരു OG മെമ്പറായ ബോബോയെ ഞാൻ ആക്കി സംസാരിക്കാനോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ റേഡിയോക്ക് അത് കണക്ട് ചെയ്തപ്പോ തന്നെ എന്റെ ലെഫ്റ്റ് സൈഡിലുള്ള റേഡിയോയുടെ അവിടെ ഫുൾ ഒരു ഓറ വന്നു, മനസ്സിലായ? അത് വാ